ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വിശേഷങ്ങളിലേക്കായി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ കണ്ണനൊരു ആശ്വാസമുണ്ട്. താനില്ലെങ്കിലും തൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് തൻ്റെ അനുജത്തിയുണ്ട് മഞ്ജു തന്നെ പോലെ തന്നെ മഹാലക്ഷ്മിയെ സ്നേഹിക്കുന്നുണ്ട്. എന്നാലും മഞ്ജു ഉണ്ടെങ്കിലും ഇപ്പോൾ ലേഖയ്ക്കാണ് ഇരിപ്പ് ഉറയ്ക്കാതിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. അവൾക്കാണെങ്കിൽ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ജീവനാണ്. മഞ്ജുവിനോടും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരാൾ നല്ലവരാകുമ്പോൾ നല്ലവർക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മഞ്ജു നല്ലവളായിട്ട് മാറിയപ്പോൾ ലേഖയ്ക്കാണെങ്കിൽ അവളോടും വലിയ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അനന്തുവിനോട് പറയുന്നുണ്ട്, അനന്തേട്ടാ എനിക്ക് പേടിയാവുന്നു. ഇപ്പോൾ ആ കമലേശ്വരം വീട്ടിൽ 2 പേരുണ്ട്, അതും ഗർഭിണിയായിട്ട്, മഞ്ജുവും മഹാലക്ഷ്മിയും. അവർക്ക് 2 പേർക്കും എന്തെങ്കിലും ഒരു ആപത്തുണ്ടാകുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പ്രത്യേകിച്ച് ആ വീട്ടിൽ സ്വന്തം മകൾക്ക് പോലും ഒരു സുരക്ഷിതത്വം ഇല്ല. ആ ദുർഗ അന്നാണെങ്കിൽ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് അതിനെപ്പോലെ ഇല്ലാതാക്കാൻ വിഷം കൊടുത്തതാ. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും മഹാലക്ഷ്മിക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ശരി, അതിപ്പോൾ 2 പേർക്കും ദോഷമായിട്ട് തന്നെ വരും. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ആ സമയത്ത് അനന്ത് പറയുന്നു, ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ മാത്രമല്ലേ ഉള്ളൂ. മഹാലക്ഷ്മിയുടെ അവർ ഡെലിവറിയുടെ ഡേറ്റ് എല്ലാം അടുത്ത് തുടങ്ങിയിരിക്കുന്നു. ആയിക്കോട്ടെ, പക്ഷെ കുഞ്ഞ് സേഫായിട്ടും ജനിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? എനിക്കത് പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് കേട്ടോ. നീ വിഷമിക്കാതിരിക്കുക, ഞാനന്ന് കണ്ണനെ വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. മഹി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് മുഴുവനും പോയതുപോലെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ കൂടുതൽ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അതേസമയം ഈ കരുണ ദുർഗയോട് പറയുന്നുണ്ട്, എന്നെ അവൾ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതെല്ലാം എനിക്കറിയാം. ഇവിടെ വേണേ എല്ലാ സ്ത്രീകൾക്കും കൂടെ ഒരുമിച്ച് അടുക്കള ജോലി ചെയ്യാം. ഇപ്പോൾ മഞ്ജുവും ഉണ്ട്, പക്ഷേ അവൾ എന്താ ചെയ്യുന്നത്? എന്നെ കൊണ്ട് മാത്രം ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഇത് മാക്സിമം എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുക, അതുമാത്രം അവളുടെ ഉദ്ദേശം. ദുർഗ പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സംശയം, നിനക്കിതെന്താ പറ്റിയത്? അവളാണെങ്കിൽ രഹസ്യമായിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തിയോ? അങ്ങനെയാണെങ്കിൽ അത് എന്നോടും ഉണ്ണിയോടും തുറന്നു പറയും. പണ്ടൊക്കെ ആണെങ്കിൽ നീ ഇവിടെ ഒരു ജോലിയും ചെയ്തിരുന്നില്ല. സത്യം പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിപ്പിച്ചിരുന്നില്ല. നീ കഴിക്കുന്ന പാത്രം പോലും ഞാൻ കഴുകി വയ്ക്കുമായിരുന്നു. അത്രത്തോളം നന്നായിട്ട് തന്നെയാണ് നിന്നെ കെയർ ചെയ്തത്. നിന്റെ വീട്ടിൽ എങ്ങനെയാണോ ആയിരുന്നത് അതുപോലെ തന്നെയായിരുന്നല്ലോ ഇവിടെയും. പക്ഷെ മഹാലക്ഷ്മി ഓരോന്ന് ചെയ്യാൻ പറയുന്ന സമയത്ത് നീ വിധേയത്വത്തോടുകൂടെ അവിടെ പോയിട്ട് ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് കേട്ട് കരുണാകെ ഞെട്ടിധരിച്ച് നിൽക്കുകയാണ്. മനസ്സിൽ പറയുന്നുണ്ട്, ആ സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ അതോടുകൂടെ നിങ്ങളും അവൾ കാണിക്കുന്നതിൻ്റെ അപ്പുറം കാണിക്കും. പക്ഷേ എനിക്കത് പറയാനായിട്ട് വയ്യല്ലോ. ആ രഹസ്യം ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. തൽക്കാലം ഇതൊക്കെ സഹിച്ചു നിൽക്കാം എന്നല്ലാതെ എന്ത് ചെയ്യാൻ? ആ സമയത്ത് ദുർഗ ചോദിക്കണം, എന്താ മോളെ, എന്താ കാര്യമൊക്കെ ഉണ്ടമ്മേ? എന്തായാലും അവൾ എനിക്കിട്ട് പണി തന്നിട്ട് എന്നെ അവൾ മാക്സിമം ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിന് അവൾക്കൊരു അജണ്ട ഉണ്ടാവും. പക്ഷെ എല്ലാം ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ്, അത് തന്നെയാണല്ലോ നമ്മുടെ ടാർഗറ്റും. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ വിഷമിക്കാതിരിക്കുക. ഇപ്പോഴത്തെ ഈ താൽക്കാലിക സങ്കടം മാറും, എല്ലാം ശരിയാവും. ആ സമയത്ത് ദുർഗ ചോദിക്കുകയാണ്, മോളുടെ ഉദ്ദേശം എന്താ? ആഹാരത്തിൽ എന്തെങ്കിലും പോയിസൺ കലക്കി കൊടുക്കാനാണോ നിൻ്റെ ഉദ്ദേശം? അത് കേട്ട് കരുണ പറയുന്നുണ്ടേ, അങ്ങനെയൊന്നുമില്ല, ഇനി അങ്ങനത്തതൊന്നുമില്ല. നേരിട്ട് വേണം ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതുമാത്രമേ നടക്കത്തുള്ളൂ. അതേസമയം കണ്ണനാണെങ്കിൽ ഓഫീസിലേക്ക് പോവാണ്. ആ സമയത്ത് മഞ്ജുവിനോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ഏട്ടത്തെക്കുറിച്ച് ഓർത്തിട്ട് ഏട്ടൻ സമാധാനക്കേട് കാണിക്കേണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഏട്ടത്തിക്ക് ഒരാപത്തും വരില്ല എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. എതിർപാദം നിൽക്കുന്നത് കരുണയും പിന്നെ നിൻ്റെ അമ്മയാണ്. അതുകൊണ്ടൊക്കെ പറയാണ്, ദുഷ്ടക്കൂട്ടങ്ങളാ, നിങ്ങൾ 2 പേരും സൂക്ഷിക്കണം. മഹി മാത്രമല്ല, നീയും സൂക്ഷിക്കണം. നിനക്കും ഇപ്പോൾ നല്ല സമയമാണ്. അത് കേട്ടിട്ട് മഞ്ജു പറയുന്നുണ്ട്, എനിക്കറിയാം കണ്ണേട്ടാ, ഒരിക്കൽ അവരാണെങ്കിൽ എൻ്റെ ജീവൻ പോലും നോക്കാതെ, എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ എനിക്ക് വിഷം ഇട്ട ജ്യൂസ് തന്നതാണ്. അതുകൊണ്ടൊക്കെ പറയാണ്, ഇനി ഇവിടെ നിന്ന് പച്ചവെള്ളം കുടിക്കുമ്പോഴും ഞാനത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. കഴിവതും അവരുടെ കയ്യിൽ നിന്ന് ഒന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ കണ്ണൻ ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. അയാൾക്കും കൊടുക്കണ്ട. ഇല്ല കണ്ണേട്ടാ, അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവൾ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മഞ്ജുവിൻ്റെ വാക്കിൻ പ്രകാരം മാത്രമാണ് കണ്ണനാണെങ്കിൽ ധൈര്യത്തോടെ നേരെ ഓഫീസിലേക്ക് പോയിട്ടുള്ളത്. അതേസമയം കരുണ ഇങ്ങനെ തക്കം പാത്ത് നടക്കുകയാണ്. അതായത് എന്തെങ്കിലും വിഷം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കും.
പക്ഷെ അതിലൂടെ താൻ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ മറ്റൊരു പദ്ധതി തയ്യാറാക്കുകയാണ്. അതായത് മഹാലക്ഷ്മി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് അവൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ സമയത്ത് അവളുടെ മനസ്സിൽ ഒരു പ്ലാൻ വരികയാണ്. അങ്ങനെ മഹാലക്ഷ്മി പിടിച്ചാണ് താഴേക്ക് വരുന്നത്. ഇതിനിടയ്ക്ക് കരുണയോട് ജോലികൾ ചെയ്യാനായിട്ട് കർശനമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയാണ്, എന്തായാലും ഇത് നിൻ്റെ അവസാനത്തെ അഹങ്കാരമാണ്, ഇനി നിനക്ക് എന്നെ ഭരിക്കാനാവില്ല എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മഹാലക്ഷ്മി താഴേക്ക് ഇറങ്ങുമ്പോൾ അവളാണെങ്കിൽ പിടിച്ചു തല്ലാണ്. അപ്പോഴേക്കും മഞ്ജു അങ്ങോട്ട് ഓടി വരുന്നു. അവളാണെങ്കിൽ ഇടയ്ക്ക് നലമുറയിട്ട് കരയുന്നുമുണ്ട്. എന്നാൽ ആ സമയത്ത് കരുണ അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും മഹാലക്ഷ്മി ഇങ്ങനെ തള്ളിയിട്ടിട്ടുമുണ്ട്. എന്തായാലും ഗർഭിണികൾക്ക് ആ ഒരു വീഴ്ചയിൽ പലതും സംഭവിക്കാം. പിന്നീടാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളെല്ലാം മഹാലക്ഷ്മിക്ക് വേണ്ടി മഞ്ജു തന്നെ ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം കണ്ണനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുമുണ്ട്. അതൊക്കെ കേട്ടിട്ട് കണ്ണന് വലിയ ഷോക്കാവാണ്. എന്തായാലും അയാളാണെങ്കിൽ പറയുന്നുണ്ട്, എന്താ സംഭവിച്ചത്, എന്താണെന്ന് എനിക്കറിയണം. അത് കേട്ട് അവൾ പറയുന്നുണ്ട്, എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്. എന്തായാലും മഹാലക്ഷ്മിക്ക് അപകടം സംഭവിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അത് നിശ്ചയം. പക്ഷേ മഞ്ജു ഇവിടെ വന്നതിന് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടെയുണ്ട്. ഇതുവരെ ഒരു മര്യാദയില്ലാതെ മഹാലക്ഷ്മിയെ ഇവിടെ ഭരിച്ചിരിക്കുന്ന ആ കരുണയ്ക്ക് കറക്റ്റായിട്ടൊരു ഡോസ് കൊടുക്കണം. കുറേ ദിവസമായി കരുണയ്ക്കാണെങ്കിൽ അടി കിട്ടിയിട്ട് അത് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ മഹാലക്ഷ്മി ഇനിയിപ്പോൾ ഡേറ്റൊക്കെ ആയിരിക്കുക, ഒരിക്കലും മഹാലക്ഷ്മിയുടെ കുഞ്ഞ് നഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. നമ്മൾ നേരത്തെ പ്രൊമോയിൽ കണ്ടിട്ടുണ്ട്, മഹാലക്ഷ്മി പ്രസവിക്കുന്നതും എല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ണൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് ഇനി കണ്ണന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ കരുണ ഒന്നും അറിയാത്തതുപോലെയാണ് നിൽക്കുന്നത്. എന്തായാലും മഞ്ജുവിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ ഇവിടെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ തന്നെ കണ്ണൻ മിക്കവാറും രഹസ്യമായിട്ട് ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ അത് തന്നെ ധാരാളം. കാരണം അവർ CCTV പരിശോധിച്ചാൽ തന്നെ കരുണ എന്താ കാണിച്ചതെന്ന് കാണാം. പിന്നീട് അതുമാത്രമല്ലല്ലോ, ഇതുവരെ കരുണയുടെ മുത്തശ്ശിയും അച്ഛനും അവർ 3 പേരും കൂടെ മറച്ചു വെച്ച രഹസ്യങ്ങളും എല്ലാം പുറത്താകാനായിട്ട് പോവാണ്. ഇതുവരെ ഉള്ളതുപോലെയല്ല ഇനി വരാനിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും അവർ തിരിച്ചടിയുടെ കാലഘട്ടം തന്നെയാണുള്ളത്. ഇവിടെ പിന്നെ മഹാലക്ഷ്മിയെ രക്ഷിക്കാനായിട്ട് ആ മുത്തശ്ശിയുണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട. മഹാലക്ഷ്മിക്ക് താങ്ങായും തണലായും അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ചുറ്റും തന്നെയുണ്ട്. അതേസമയം ഒട്ടും കരുണയില്ലാത്ത ഈ കരുണ എന്നുള്ള പേര് മാത്രം സ്വന്തമായിട്ടുള്ള അവൾക്കാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് കഷ്ടവും ദുരിതവുമായിട്ടുള്ള കാലങ്ങൾ മാത്രം. എല്ലാ സത്യവും എല്ലാവരും പരസ്പരം മനസ്സിലാക്കട്ടെ. അതോടുകൂടെ മനസ്സിലുള്ള ആ ഒരു കലുഷിതകളെല്ലാം പോവും. അതിനുശേഷം എല്ലാം സെറ്റാവുകയും ചെയ്യും. എന്തായാലും ഇനി വരാൻ പോകുന്നത് വിശേഷങ്ങളുടെ പൂമഴ തന്നെയായിരിക്കും. ബൈ.